അപ്പോഴേ ഞാനിന്നൊരു സിമ്പിൾ ഒഴിച്ചുകറിയുടെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. ഉള്ളിയും തൊമരയും പുളിയും എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. കുറച്ച് തൊമര എടുത്ത് ഇച്ചിരി കുറച്ച് മതി, ഞങ്ങളിവിടെ 4 പേർക്കുള്ളത്. കുറച്ച് തൊമര എടുത്ത് കഴുകി വൃത്തിയാക്കി അടുത്തിട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് ഒരു ചെറിയ കൂട്ടം കായവും കൂടി ഇട്ട് വേവിക്കാൻ വെക്കണം. പിന്നെ ഇതിന് വേണ്ടുന്നത് കൊച്ചുള്ളിയാണ്. ഒരു 10-15 കൂട്ടം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ദൈവമേ എൻ്റെ ഫേവററ്റ് സാധനം കരിയാപ്പില ചേർത്തില്ലല്ലോ എന്ന്. പിന്നെ ഓടിപ്പോയി കരിയാപ്പില ചേർത്തു. പിന്നെ ഒരു ചെറിയ ഇച്ചിരി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കണം കുതിരാനായിട്ട്. പിന്നെ തൊമര ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ച് വെക്കണം. പിന്നെ നമുക്ക് അതിനുള്ള അരപ്പ്, ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇവിടെ എരിവുള്ള മുളക് പൊടി തന്നെ ഞങ്ങൾ സ്ഥിരം ചേർക്കുന്നത്, എന്ന് വെച്ചാൽ ഒരുപാട് എരിവൊന്നും ഇല്ല. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, 2 മഞ്ഞൾ പൊടി, ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ഉള്ളിയും നമ്മൾ ഇവിടെ പാകത്തിന് വെന്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പുറത്തെ പാത്രത്തിലിട്ട് ഒരു ചട്ടി വെച്ച് കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് 2 വറ്റൽമുളക് ഇട്ടു. നമ്മൾ ചെറിയ ഉള്ളി ചേർത്തുകൊണ്ട് തന്നെ ഞാനിത് കടുക് വറക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കത്തില്ല കേട്ടോ. ഇത് മൂപ്പിക്കാത്ത പൊടിയാണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഈ കറിയിലോട്ട് ചേർക്കുക. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒഴിച്ചുകറിക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക, തിളപ്പിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇപ്പോഴാണ് ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പിടണേ മറക്കല്ലേ ആരും. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഒരു തിള വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പറ്റിച്ചെടുക്കണം. ഒഴിച്ചറിയല്ലേ. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കുക. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ.